ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ വചനമാരി ചാനൽ എന്ന ശുശ്രൂഷയുടെ വീണ്ടും സന്ധിപ്പാനായി ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹം നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഈ സന്ദേശങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് ലോക സുവിശേഷീകരണത്തിന്റെ പങ്കാളിത്തമായി പോകാനായി കർത്താവ് സഹായിക്കട്ടെ. കത്തുന്ന തീയിൽ നിന്ന് ചില കൊള്ളികളെ വലിച്ചെടുത്ത് രക്ഷിപ്പാനായി ദൈവം നമ്മുടെ കരങ്ങളെ ശക്തീകരിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കായി തിരഞ്ഞെടുത്ത വേദവാക്യം സെഫന്യാ പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യമാണ്. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. പ്രശ്ന സങ്കീർണതയാണ് മനുഷ്യനെ അലട്ടുന്നതായ ഒരു അനുഭവം. നടുക്കടലിൽ തുഴയില്ലാതെ ഉലയുന്ന ഒരു ചെറു പടക് സമാനമായി കൊടുങ്കാറ്റും തിരമാലകളും ആഞ്ഞടിക്കുന്നത് പോലെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അനുദിനവും അടിക്കടി ഓരോന്നിനു പുറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാതെ, ഇവിടുന്ന് ഒരിട്ട് ആശ്വാസം ലഭിക്കുമെന്ന് അറിയാതെ സങ്കടത്തോടെ വേദനയോടെ ചുറ്റുപാടും വീക്ഷിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. അവരിൽ പലരുടെയും ദിനരോധനം തങ്ങളെ സഹായിക്കേണ്ടവർ സഹായിക്കുന്നില്ല, ആശ്വസിപ്പിക്കേണ്ടവർ ആശ്വസിപ്പിക്കുന്നില്ല, സ്നേഹിക്കേണ്ടവർ സ്നേഹിക്കുന്നില്ല, കരുതേണ്ടവർ കരുതുന്നില്ല എന്നുള്ളതൊക്കെയാണ്. അതുകൊണ്ടാണ് ചിലർ ചിന്തിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? ഈ നിലയിൽ തുടർന്നിട്ട് എന്താ കാര്യം? ഇത് അവസാനിപ്പിക്കല്ലേ നല്ലതെന്ന് ചിന്തിക്കുന്ന ആളുകളും ഇല്ലാതില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്നൊരു പ്രത്യാശ ദൂത് ഇതാണ്: നിന്റെ കഷ്ടങ്ങളിൽ, നിന്റെ പ്രയാസങ്ങളിൽ, നിന്റെ പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ ആശയറ്റവനായി നീരിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു എന്നുള്ളതാണ്. ആര് സഹായിക്കും, ആര് രക്ഷിക്കും എന്നുള്ള ഭീതി നിനക്ക് വേണ്ട കുഞ്ഞെ. രക്ഷിക്കുവാൻ കഴിയുന്ന, വിടുവിക്കുവാൻ കഴിയുന്ന, സഹായിപ്പാൻ കഴിയുന്ന, അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ കഴിയുന്ന, സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവം നിനക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുക, ആ ദൈവത്തിൽ ആശ്രയിക്കുക. അവനാൽ അസാധ്യമായിട്ടൊന്നുമില്ല. നിന്റെ ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളിലും നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന, വിടുവിക്കുവാൻ കഴിയുന്ന, രക്ഷിക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. അവൻ പറഞ്ഞത്, രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവനെ തേടി നീ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. നിന്റെ സമീപമുണ്ട്. അവന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. അവന്റെ ശബ്ദം കേട്ട് നീ അവന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്താൽ, ഹൃദയ കവാടം തുറന്നു കൊടുത്താൽ, അവൻ നിന്നിൽ വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബം അവന് വേണ്ടി തുറന്നു കൊടുത്താൽ, നിന്റെ കുടുംബത്തിൽ ഈ ദൈവം വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥകളേറെ ഉണ്ടാകാം, സന്തോഷം നഷ്ടപ്പെട്ട അവസ്ഥകളേറെ ഉണ്ടാകാം. ആരും സഹായിപ്പാനില്ലെന്നും സഹായിക്കേണ്ടവർ സഹായിക്കുന്നതിലും പരിതപിക്കുന്ന അനുഭവങ്ങളേറെ ഉണ്ടായിരിക്കാം. എന്നാൽ ഓർക്കുക, എനിക്കാരുമില്ല എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാനല്ല നീ ഇറങ്ങിത്തിരിക്കേണ്ടത്. എന്നെ സഹായിപ്പാൻ ആരുമില്ല, എനിക്ക് ആശ്വാസത്തിന് വഴിയില്ല എന്ന് പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുവാനല്ല ഇറങ്ങിത്തിരിക്കേണ്ടത്. ലഹരിയിലേക്ക് ആഴ്ന്ന് ഇറങ്ങുവാനല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് ആരും സഹായിപ്പാനില്ലെങ്കിലും നിന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ചില പറയുന്നത് ദൈവം പോലും കൈവിട്ടു എന്ന് പറയാറുണ്ട്. ഇല്ല, ഒരിക്കലുമില്ല. ദൈവം ഒരിക്കലും കൈവിടുന്നില്ല. ഒരു സ്ത്രീ താൻ പ്രസവിച്ച കുഞ്ഞിനെ മറക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് വചനം പറയുന്നു. സങ്കീർത്തനം 38 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക്, 34:18 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. 46 സങ്കീർത്തനം പറയുന്നു, കഷ്ടകാലത്ത് അവൻ ഏറ്റവും അടുത്ത തുണിയായിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റാരും നിന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ദൈവമുണ്ട്. മറ്റാർക്കും നിന്നെ സഹായിപ്പാൻ കഴിയില്ലെങ്കിലും, സഹായിപ്പാൻ ആരുമില്ലെങ്കിലും
നമുക്ക് ആശ്വാസന വഴി തുറന്നു വരുവാൻ ദൈവമുണ്ട്. രക്ഷിക്കുന്ന വീരനായി അവൻ നിനക്ക് വെളിപ്പെട്ട് വരികയാണ്. നിന്റെ രോഗത്തിന്റെ അവസ്ഥയിൽ അവൻ സൗഖ്യദായകനായി വെളിപ്പെട്ട് വരികയാണ്. കടഭാരാവസ്ഥയിൽ നിന്റെ ബുദ്ധിമുട്ടുകളെ തീർക്കുന്നവനായി അവൻ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ദൈവമാണ്. ഈ സന്ദേശം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ അലട്ടുന്ന വിഷയങ്ങൾ ഏത് തന്നെയാണെങ്കിലും, പ്രതിസന്ധിയുടെ ആഴങ്ങൾ എത്രമാത്രം വർദ്ധിച്ചതാണെങ്കിലും രാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ഈ ദൈവം നിന്നെ രക്ഷിക്കും. രോഗത്തിന് അവൻ സൗഖ്യം തരും. കടഭാരങ്ങൾ അവനെ അറുതി വരുത്തും. ലഭിക്കേണ്ട പ്രൊമോഷൻ ലഭിക്കാൻ ഇടയായി തരും. നിന്റെ ഭാവി അവനെ അനുഗ്രഹിക്കും. കുടുംബത്തിന്റെ ഭാവി അവനെ അനുഗ്രഹിക്കും. തലമുറയെ അവനെ അനുഗ്രഹിക്കാൻ ഇടയായി തീരും. നീ ആഗ്രഹിക്കുന്ന പ്രൊമോഷൻ നിനക്ക് ലഭിക്കാൻ ഇടയായി തീരും. നഷ്ടപ്പെട്ട അവകാശങ്ങളെ കൈവശമാക്കുവാൻ ദൈവം നിന്നെ സഹായിക്കും. അതേ അറ്റുപോയ കുടുംബബന്ധങ്ങളുടെ കണ്ണുകളെ കൂട്ടിച്ചേർക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് പ്രാർത്ഥിക്കാം. നിശ്ചയമായും ഈ ദൈവം രക്ഷിക്കുന്ന വീരനായി ഇന്നും നിലകൊള്ളുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അത്ഭുതം പ്രവർത്തിക്കും. എൻ്റെ കുടുംബത്തിൻ്റെ ഒരു അത്ഭുതം പ്രവർത്തിക്കും. ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്തതായ നിലവിലുള്ള ഉന്നതമേറിയ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പാത ഒന്നിനെ ഒരുക്കി തരും. വിശ്വസിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ സന്ദർശിക്കുന്ന പ്രിയപ്പെട്ട പരമേൽപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന വിഭേദങ്ങളുടെ നടുവിൽ രക്ഷിക്കുന്ന ദൈവം ഇറങ്ങി വന്നവരെ വിടുവിക്കുന്ന ചരിത്രം കാണുവാൻ കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബത്തിലെ സമാധാനത്തെ കെടുത്തി കളയുന്ന, ജീവിതത്തിലെ സന്തോഷത്തെ കെടുത്തി കളയുന്ന എല്ലാ ദുഷ്ട പോരുകളും യേശുവിന്റെ നാമത്തിൽ വിട്ടുമറുകൽപ്പിക്കാൻ ഈ നിമിഷം അവർ പാർക്കുന്ന വിഷയങ്ങളിൽ ദൈവപ്രതികൊണ്ട് സന്തോഷിപ്പാൻ സ്വർഗ്ഗ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ മഹത്വപ്രദം ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സന്ദേശം ക്ഷമയോടെ ശ്രവിച്ചനായി നന്ദി പറയുന്നു. ജീവിതത്തിൽ തുടർന്ന നാളുകളിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ അലട്ടുന്ന വിഷയങ്ങളുടെ ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യമാണെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. ഫോൺ നമ്പർ 96 56 320 645 96 56 320 645. തുടർന്ന് നിങ്ങൾക്ക് സഹകരണം പ്രതീക്ഷിക്കുന്നു. സന്ദേശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. നിശ്ചയോടെ പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് വ്യാപ്തിക്കായി നിലകൊള്ളുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.